പിന്നെ ഒന്ന് അടുത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതമെല്ലാം വളരെ സന്തോഷമായിട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആർത്തിയില്ല. ഇന്നത്തെ കണക്ക് ആർത്തിയില്ല. മനുഷ്യന് ആർത്തിയില്ലാത്ത ജീവിതങ്ങളാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അന്നത്തെ ജീവിതത്തിൻ്റെ ജീവിത രീതി. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അവർ സഹിച്ചും പൊറുത്തും ഒരു ലാസ്റ്റ് വരെ ജീവിതം നല്ല ഭംഗിയായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഭംഗിയായിട്ട് ജീവിച്ചവർ ഒരുപാട് ഇതുണ്ട്. അതിനെ കുറച്ച് പേരൊക്കെ മാത്രമാണ് ഈ ബന്ധം തീരത്തൊക്കെ ഉള്ളത്. അതും അന്നത്തെ രീതി അനുസരിച്ച് ഉള്ള ഒരു ഇതാണ്. ഇന്നത്തെ കണക്ക് കോടതി ഇതുകളൊന്നും അന്നും ഇല്ല. അന്ന് നാട്ടുകൂട്ടങ്ങളൊക്കെ ഉള്ളൂ. നാട്ടുകൂട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം നാട്ടിലറിയും. അതനുസരിച്ചുള്ള തീർപ്പാണ് അന്ന്. അതാണ് യഥാർത്ഥ തീർപ്പ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളന്ന് കുറച്ച് ഉണ്ടായിരുന്നു പണ്ടത്തെ കാലം. പിന്നീട് അതിൽ കുറേ എണ്ണം ഈ എന്താ പറയുന്നത് സത്യസന്ധത ഇല്ലാത്ത ആൾക്കാർ തീർപ്പ് പറഞ്ഞത് കുറച്ച് ഇതിലുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ജീവിച്ചത് പണ്ട് പിന്നെ നാട്ടുകൂട്ടത്തിൽ നല്ല തീർപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്നത് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചു വരുന്നുണ്ട്. നാട്ടുകൂട്ടത്തിൽ സംസാരിച്ച് ഒതുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലെ ബന്ധം ഉറപ്പിക്കുന്നത്. കാര്യം അവർക്ക് അറിയാം ആരുടെ കയ്യിൽ തെറ്റുണ്ട്, ആരുടെ കയ്യിൽ ശരിയുണ്ടെന്നുള്ളത് അന്നത്തെ കാലത്ത് അറിയാൻ പറ്റും. അതുകൊണ്ട് അന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ ആൾക്കാർ കുടുംബജീവിതം നടത്തിയിട്ടുണ്ട്. 10-15 മക്കൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളുടെ ജീവിതങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. അന്നത്തെ അവർ എന്തുമാത്രം പിന്നെ കഷ്ടപ്പാടും അതിൽ സന്തോഷവും ദുഃഖവും അവർ ഒരുമിച്ച് ജീവിച്ചിരിക്കണം എന്നുള്ളത് അന്നത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഇത് പറയാൻ വരണത്